എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 11 ശ്ലോകം 56, 57, 58, 59, 60 5 ശ്ലോകങ്ങളെ ഇന്ന് നമുക്ക് നോക്കാം. ഈ 5 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 11ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ഗോപന്മാര് ആ ഭഗവാന്റെ അത്ഭുത ലീലകൾ കണ്ടിട്ട് അവര് ആശ്ചര്യം കൊണ്ട് എന്താണ്, എത്രയോ പ്രാവശ്യം മരിക്കേണ്ടതായിരുന്നു ഈ കുട്ടി അല്ലെ, എത്ര വലിയ രാക്ഷസന്മാരാ ഈ കുട്ടിയെ കൊല്ലാനായിട്ട് വന്നത്, നമ്മുടെ കണ്ണനെ. എന്നിട്ട് എല്ലാവരും കണ്ണൻ കൊല്ലുക ചെയ്തിരിക്കുന്നത്. എന്തൊരു അത്ഭുതം അല്ലേ എന്നൊക്കെ അവര് പരസ്പരം ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുകയാണ്. 4 ശ്ലോകങ്ങളെ കൊണ്ടാണ് അത് വിസ്തരിച്ച് പറയണത്. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ അന്യാശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 56. അഹോ ബദാസ്യ ബാലസ്യ ബഹവോ മൃത്യവോ ഭവൻ അപ്യാസീദ് വിപ്രിയം തേഷാം കൃതം പൂർവം യതോ ഭയം. ഗോപന്മാര് അന്യോന്യം അങ്ങനെ പറയണു ആശ്ചര്യകരമായിട്ടുള്ള കാര്യങ്ങൾ ഈ കണ്ണന്റെ. അഹോ, എന്തൊരു കഷ്ട! ഈ കുട്ടിക്ക് മരിക്കാനുള്ള സംഗതികൾ എത്രയധികം ഉണ്ടായി കഴിഞ്ഞു. എങ്കിലും ആരാണ് ഈ ബാലകനെ ദ്രോഹിക്കാൻ വരുന്നത്, അങ്ങനെ വരുന്നവർക്ക് തന്നെയാണ് അവസാനം നാശം സംഭവിക്കുന്നത്. അവരെ ഒന്നും ദ്രോഹിക്കാൻ പോണില്ല. പിന്നെ എന്തിനാ ഇവനെ വന്നിങ്ങനെ ദ്രോഹിക്കുക? അപ്പൊ ഒതുങ്ങിയിരിക്കുന്നവരെ ദൈവം സഹായിക്കും. അതുകൊണ്ട് തന്നെയാ അതാ പറയണ അവനെ ഒന്നും അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോണില്ല. പിന്നെ ഇവനെ ഉപദ്രവിക്കാൻ അവരും, അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ നാശം സംഭവിക്കണത്. ഒന്നും ചെയ്യാതെ ഇരിക്കണവരെ ദൈവം, ഈശ്വരൻ സഹായിക്കും. അത് തന്നെ, അത് സത്യം തന്നെ എല്ലാവരും പറയണത് എന്ന് പറയാണ് ഒരാള്. അഥാപ്യഭിഭവന്തേനം നൈവതേ ഘോരദർശനാഃ ജിഘാംസയൈനമാസാദ്യ നശ്യന്ത്യഗ്നൗ പതംഗവൽ. ചിലര് പറയണ്ടേ, ഈ പൂർവ്വജന്മത്തില് ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലമാണ് അനുഭവിക്കാന്ന്. ഇവൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇപ്പൊ ഇവന് ഈ ഉപദ്രവം നേരിടുന്നത്. അതൊന്നുമല്ല, കണ്ടാൽ തന്നെ ഭയം ജനിക്കത്തക്ക വിധം അത്ര വലിയ ഭീകരന്മാരായിട്ടുള്ള അസുരന്മാര്, രാക്ഷസന്മാര്. ഏറ്റവും ശിശു, എത്ര ചെറിയ കുട്ടിയാവൻ, ഇവന്റെ നേരെ ആക്രമിച്ചിട്ട് എന്നിട്ട് അവർക്ക് ഇവനെ ഉപദ്രവിക്കാൻ കഴിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവനെ ഉപദ്രവിക്കാൻ പറ്റൂലോ അവർക്ക്? അത് പറ്റണില്ലല്ലോ. ഇവൻ ദ്രോഹിയാണെങ്കില് അങ്ങനെ അവനെ ഉപദ്രവിക്കാൻ പറ്റും. ഇതിപ്പോ എന്താ, അവനെ ഉപദ്രവിക്കാൻ വരുന്നവർക്കൊന്നും ഇവനെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. അവന് ഒരു പോറല് പോലും സംഭവിക്കണില്ല. അപ്പൊ അതുകൊണ്ടൊന്നുമല്ല, അഗ്നിയിൽ ചെന്ന് ചാടുന്ന ഈയാമ്പാറ്റകള് പോലെ തന്നെ അവര് തന്നെ നശിക്കണം. ആ തീയിൽ വീണ ഈയാമ്പാറ്റ തീയിന്റെ അടുത്ത് ആകർഷിച്ചു വന്ന് തീയിൽ തന്നെ വീണ് മരിക്കില്ല. അതുപോലെ ഈ രാക്ഷസന്മാര് ഇവന്റെ അടുത്ത് വരുമ്പോ നശിക്കണത്. അതുകൊണ്ട് അവരെയൊന്നും ദ്രോഹിച്ചിട്ടില്ല കഴിഞ്ഞ ജന്മത്തിൽ. അതുകൊണ്ടൊന്നുമല്ല, അവര് തന്നെയാണ് കഠിന പാപം ചെയ്യാനായിട്ട് ഒരുങ്ങി വരുന്നവര്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ നാശം സംഭവിക്കുന്നത് എന്ന് വേറൊരാള് പറയുന്നു. അഹോ ബ്രഹ്മവിദാം വാചോ നാസത്യാ സന്ധി കർഹിചിത് ഗർഗോ യദാഹ ഭഗവാൻ അന്വഭാവി തഥൈവ തത്. ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ച മഹാജ്ഞാനികളുടെ മുഖത്തിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ സത്യമായിട്ടേ വരുള്ളൂ. അന്ന് ഗർഗമഹർഷി ഉണ്ണിക്ക് പേരിടാനായിട്ട് വന്നപ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ, ജാതകം നോക്കിയിട്ട്, ഹേ നന്ദ, നിന്റെ ഈ പുത്രൻ ഗുണങ്ങൾ കൊണ്ട് സാക്ഷാൽ നാരായണന് തുല്യനായിരിക്കും എന്ന് പറഞ്ഞില്ലേ ആ ഗർഗമഹർഷി? ആ ഭഗവാനായിട്ടാണ് ഗർഗമഹർഷി അതേ വിധത്തിൽ ഇതാ സത്യമായിട്ട് തന്നെ ഭവിക്കണം. ശരിക്കും അതെട്ടോ, നാരായണന് തുല്യം തന്നെയാണ് ഈ ഉണ്ണി. ശരിയും തന്നെ, നന്ദഗോപരുടെ ഭാഗ്യം നമ്മളുടെ എന്നൊക്കെ പറയണു അവര്. ഇതി നന്ദാദയോ ഗോപാ കൃഷ്ണരാമ കഥാം മുദാ കുർവന്തോ രമമാണാശ്ച നാവിന്ദൻ ഭവവേദനാം.
ഇങ്ങനെ നന്ദാദിഗോപന്മാര് ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും ഓരോ കഥകള് അന്യോന്യം സന്തോഷത്തോടെ പറഞ്ഞും അവയെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചും വളരെ ആനന്ദിച്ചും ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. അതുകൊണ്ട് എന്താ, ഈ സംസാരത്തിലുണ്ടാകുന്ന യാതൊരു ദുഃഖങ്ങളും അവർക്ക് അറിയാൻ ഇടവരുന്നില്ല. അവർക്ക് ഈ കണ്ണന്റെ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഈശ്വരനായിട്ടുള്ള ഭഗവാന്റെ നാമങ്ങൾ പറയണു, കണ്ണനെ പറ്റി പുകഴ്ത്തി പറയണു, ഈശ്വരനാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും. അതുകൊണ്ടെന്ന് അവർക്ക് യാതൊരു ദുഃഖമില്ല. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം, ഇങ്ങനെ 3 വിധ ദുഃഖങ്ങളാണ് ഒരു മനുഷ്യർക്ക് ഉണ്ടാവുക. അതൊന്നും അവരെ ബാധിച്ചില്ല. ഏവം വിഹാരൈ കൗമാരൈ കൗമാരം ജഗദുർവ്രജേ നിലായനൈ സേതുബന്ധേർ മർക്കടോൽപ്ലവനാദിഭി. ശ്രീകൃഷ്ണനും ബലരാമനും കുട്ടികൾക്ക് ഉചിതങ്ങളായ അനേകവിധ കളികളിൽ ഒളിച്ചു കളിക്കുക, പുഴകളിൽ ചെന്ന് മണ്ണുകൊണ്ട് അണ കെട്ടുക, മരക്കൊമ്പുകളിൽ കയറി ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഈ കുരങ്ങുകൾ ചാടണ പോലെ ചാടുക, അതാണ് മർക്കടോൽപ്ലവനാദിഭി എന്ന് പറഞ്ഞില്ലേ. കുരങ്ങുകൾ ഇങ്ങനെ ചാടില്ല, അങ്ങനെ അതുപോലെ ചാടി കളിക്കുക. ഇങ്ങനെയല്ലേ എന്തൊക്കെ കളികള് സാധാരണ കുട്ടികൾ കളിക്കോ അതെല്ലാം അങ്ങനെ കളിച്ചുകൊണ്ട് കുട്ടിക്കാലം കഴിച്ചുകൂട്ടി എന്നതാ പറയണു. ഇത് ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഏകാദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 11ാമത്തെ അധ്യായം ആ വൃന്ദാവന ചന്ദ്രനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളിലെ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.